ഇന്ന് രാവിലെ എണീറ്റ് ചുടുവെള്ളമൊക്കെ കുടിച്ച് നിങ്ങളോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഞാൻ അമ്പലത്തിലേക്ക് പോകാനുള്ള തന്ത്രപ്പാടിലാണ്. ചെറുപ്പം മുതലേ പിറന്നാളിന് കുളിച്ച് അമ്പലത്തിൽ പോകുക എന്നുള്ളതൊരു ശീലമായതുകൊണ്ട് ഇപ്പോൾ ആ ദിവസം അമ്പലത്തിൽ പോയില്ലെങ്കിൽ എന്തോ ഒരു പന്തികേട് പോലെയാണ്. ചെറുപ്പത്തിൽ ആരാണ്ടോ തലയിൽ എണ്ണ തേക്കാതെ കുളിച്ചിട്ട് വേണം പിറന്നാളിന് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞതുകൊണ്ട് 23ാമത്തെ വയസ്സിലും ഞാൻ അതേ ആചാരം തുടർന്നു പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് അടുത്ത് പോയി വരാൻ പറ്റുന്നത് എറണാകുളത്തപ്പൻ അമ്പലത്തിലായതുകൊണ്ട് അങ്ങോട്ടാണ് പോകുന്നത്. അതിൻ്റെ തൊട്ടടുത്തുള്ള വേറെ 2 അമ്പലത്തിൽ ഞാൻ ഇതുവരെ കയറാത്തതുകൊണ്ട് അവിടെ കൂടെ കയറിയിട്ടുണ്ട്. ബെസ്റ്റ് പാർട്ട് ഓഫ് ബീൻ അമ്പലത്തിൽ പോക്ക് വാഴയിൽ കിട്ടുന്ന പ്രസാദമാണ്. ആ പ്രസാദത്തിന് വേണ്ടി ഒരു പുഷ്പാഞ്ജലിയും കഴിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം തൊട്ടടുത്തുള്ള ഊട്ടുപുരയിൽ പോയി നല്ല മസാല ദോശയും നല്ല കാപ്പിയും കുടിച്ച് ദിവസം തുടങ്ങി. അതിൻ്റെ ഇടയിൽ കോളേജിൽ പോകുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം അമ്പലത്തിൽ പോയി വരുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായി എന്നുള്ളതാണ്. ഈ ഡ്രസ്സ് ഞാൻ ബർത്ത്ഡേക്ക് വേണ്ടി ആമസോണിൽ ഓർഡർ ചെയ്തതാണ്. ഏതായാലും സംഗതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റിയാണ്. ക്ലാസ് കുറച്ച് നേരത്തെ വിട്ടതുകൊണ്ട് ഒരു 3 മണിയായപ്പം ഹോസ്റ്റലിലോട്ട് വന്ന് കട്ടൻ കാപ്പി വായിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്ന പുസ്തകം തുടർന്ന് വായിക്കാനും തുടങ്ങി. ആ വായനയുടെ ഇടയിലാണ് എന്തുകൊണ്ട് ബീച്ചിൽ പോയിക്കൂടാ, ഒരു സൺസെറ്റ് കണ്ടുകൂടാ എന്നുള്ളൊരു തോന്നൽ വന്നാൽ പിന്നെ വെറുതെ ഇരിക്കാൻ പാടില്ലല്ലോ. അപ്പം തന്നെ എണീറ്റ് റെഡിയായി ബീച്ചിലോട്ട് പോകാൻ വേണ്ടി ഞാൻ ഇറങ്ങി. കുഴിപ്പള്ളി ബീച്ചിലേക്കാണ് പോയത്. ബസ് ഇറങ്ങി ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ട്. നടന്ന് അത്യാവശ്യം ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ വിശപ്പിൻ്റെ വിളി വന്നു. അതൊന്ന് ശമിപ്പിക്കാൻ വേണ്ടി ഒരു ചായയും ഒരു മസാല ബോണ്ട അകത്താക്കിയിട്ടുണ്ട്. ശേഷം ബീച്ചിൽ പോയി സമാധാനപരമായിട്ട് നല്ല സൺസെറ്റ് കണ്ടു. എങ്ങനെയാണ് കേക്കില്ലാതെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്? കേക്ക് കിട്ടാത്തതുകൊണ്ട് തൽക്കാലം നോട്ടി ചോക്കോപ്പയിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാണ്. അങ്ങനെ സമാധാനപരമായിട്ട് ഈ ബർത്ത്ഡേ കഴിഞ്ഞു പോവാണ്.